സർവകലാശാലയിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം ഫാം ഓഫീസർമാരുടെ ഒഴിവ് വരുന്നതും ആ ഒഴിവുകളിലേക്ക് നിയമനം നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു സുവർണാവസരമാണ്. ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഫാം ഓഫീസർമാരുടെ ജോലിയിലെ സ്വഭാവവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിൽ പ്രധാനമായി വരുന്നത് ലേബർ സൂപ്പർവിഷൻ ആൻഡ് മാനേജ്മെന്റ് ആണ്. ലേബർ സൂപ്പർവിഷനിൽ വിവിധങ്ങളായ തരത്തിലുള്ള ജോലികൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഒരു ഫാമിലെ തൊഴിലാളി ഉൽപാദന മേഖലയിലേക്ക്, അതായത് പ്രൊഡക്ഷൻ സൈഡിലേക്കുള്ള ജോലികളിൽ ഏർപ്പെടാം. സയന്റിഫിക്കായ ജോലികളിൽ സയന്റിഫിക് സ്റ്റാഫിനെ സഹായിക്കുന്ന തരത്തിലുള്ള ജോലികളിലേക്ക് ഏർപ്പെടാം. ഡെമോൺസ്ട്രേഷൻ പോർട്ടുകളിൽ അതിൻ്റെതായ രീതിയിലുള്ള ജോലികളിൽ ഏർപ്പെടാം. ഇങ്ങനെ വിവിധ സ്വഭാവങ്ങളുള്ള ജോലിയാണ് ഒരു ഫാമിൽ തന്നെ ചിലപ്പോൾ നടക്കുന്നത്. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് സാധാരണഗതിയിൽ ഒരു ഫാമിന്റെ പ്രവർത്തന സമയം. രാവിലെ 8 മണിക്ക് തുടങ്ങുന്ന ജോലികൾ, അതിൽ ആദ്യമായി നടക്കുന്നത് തൊഴിലാളികളുടെ അറ്റൻഡൻസ് രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ സർവകലാശാലയിൽ തൊഴിലാളികൾ തനിയെ അവരുടെ അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഒപ്പിടുന്ന രീതിയാണ് നിലനിൽക്കുന്നത്. അതിനുശേഷം അവരെ വിവിധങ്ങളായ ജോലിയിലേക്ക് തിരിച്ചുവിടുക എന്നുള്ളതാണ് അടുത്ത പ്രധാനപ്പെട്ട ജോലി. തുടർന്ന് ഈ ജോലിയിൽ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുക, അവരുടെ ജോലിയുടെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി ശരിയായ രീതിയിൽ നടത്തുക, കൃത്യമായും വേണ്ടത്ര അളവിലും ജോലി ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഇതുകൂടാതെ തന്നെ വിവിധങ്ങളായ സയന്റിഫിക് വർക്കുകൾ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകരുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ റിസർച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട്. ഇതിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതും ഫാം ഓഫീസർമാരുടെ പ്രധാന ജോലികളിലൊന്നാണ്. സയന്റിഫിക് സ്റ്റാഫിനെ സഹായിക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് ആവശ്യമായ ഡാറ്റ എടുക്കുന്നതിൽ സഹായിക്കുക, ഫാം ട്രയൽസിൽ വിവിധങ്ങളായ ഫെർട്ടിലൈസർ, പെസ്റ്റിസൈഡ് തുടങ്ങിയവയൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ട സഹായം നൽകുക, ഇതിനാവശ്യമായ തൊഴിലാളികളെ ആ മേഖലയിലേക്ക് വിടുക, അവരുടെ ജോലിയും കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക തുടങ്ങിയ വിവിധങ്ങളായ സ്വഭാവത്തിലുള്ള ജോലികളാണ് സയന്റിഫിക് മേഖലയിൽ നടക്കുന്നത്. ഇതുകൂടാതെ മറ്റൊന്നാണ് ഡെമോൺസ്ട്രേഷൻ പ്ലോട്ടുകൾ. പലതരത്തിലുള്ള ഡെമോൺസ്ട്രേഷൻ പ്ലോട്ടുകൾ ഫാമിന്റെ സ്വഭാവമനുസരിച്ചും അവിടെ ചെയ്യുന്ന കൃഷിയുടെ സ്വഭാവമനുസരിച്ചും വ്യത്യസ്തങ്ങളാണ്. അതിനു വേണ്ട സഹായങ്ങൾ നൽകേണ്ടതും ഫാം ഓഫീസറുടെ കടമയിലെ പ്രധാനപ്പെട്ട ഒന്നാണ്.